എല്ലാവർക്കും വെൽക്കം ടു മൈ ചാനൽ. സോ ഇത് എൻ്റെ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണ്, അതായത് എൻ്റെ ഇൻട്രോ വീഡിയോ ടു മൈ ചാനൽ. സോ അപ്പോൾ ഞാൻ ഭയങ്കര ഒരു കൺഫ്യൂഷനിലായിരുന്നു, എന്ത് വേണം എൻ്റെ ചാനലിലെ ഒരു ഇൻട്രോ ആയിട്ട് ചെയ്യാനെന്നുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ഇൻട്രോ വീഡിയോ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു സ്പെഷ്യലായിട്ട് വേണം. സോ എന്തായിരിക്കണം അത് എന്നുള്ളതിന് ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരുന്നു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം June 24 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എനിക്കങ്ങനെ 21st ബർത്ത്ഡേ. ഓ മൈ ഗോഡ്, അങ്ങനെ അത് കഴിഞ്ഞു. പക്ഷെ കുറേ പേര് എനിക്ക് ഗിഫ്റ്റ് തന്നിട്ടോ, എൻ്റെ പേരൻസ്, എൻ്റെ കസിൻസ് ഗിഫ്റ്റൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ ഈ വർഷം എടുത്തൊരു തീരുമാനമാണ്, എനിക്ക് ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കും. സത്യം പറഞ്ഞാൽ ഒരു വർഷം മുന്നേ ഞാൻ ഇതേ ഒരു പ്ലാനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല അസലായിട്ട് പാളിപ്പോയി. പാളിപ്പോയെന്ന് പറഞ്ഞാൽ എനിക്ക് പാളിപ്പോയി. അപ്പോൾ ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, ഇപ്രാവശ്യം കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറയുന്നത് എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും എന്തുകൊണ്ട് അതെനിക്ക് കൊടുക്കാൻ പറ്റണം എൻ്റെ സോളിന്. മീൻസ് നമ്മളൊക്കെ ആസ് പെർ ദി സ്പിരിച്വൽ വേയിൽ പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊക്കെ ഓരോ സോളാണ്. നമ്മുടെ ഈ ബോഡി എന്ന് പറയുന്നത് ഇതിനെ വഹിക്കുന്ന ഒരു കാര്യം മാത്രമാണ്. സോ അതുകൊണ്ടിട്ട് എൻ്റെ സോളിന് ഇത്രയും നാളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞാൻ അത്രയും നല്ലൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഗിഫ്റ്റ് തന്നെ കൊടുക്കണം എന്നുള്ളത് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. സോ അങ്ങനെ ഒരു 4.5 years മുന്നേ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട ഒരു കാര്യമുണ്ട്, സമാധാനം. ഇറ്റ്സ് ലൈക്ക് ഒരാളുടെ ജനനം മരണം എന്നൊക്കെ പറയുന്ന കാര്യം ലൈഫിൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിലാണ്. എന്നെ വിട്ടിട്ട് എൻ്റെ സമാധാനം പോയി. ഈ കൊറോണ വന്നപ്പോൾ കുറേ ആൾക്കാരൊക്കെ നമ്മളെ വിട്ടിട്ട് പോയില്ലേ, ആ കൊറോണ തന്നെയാണ് ആ സമാധാനത്തിനെ കൊണ്ടുപോയത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, 4.5 വർഷമായിട്ട് ഈ കൊച്ചിന് എന്താണ് ഇത്ര വലിയ കാര്യമായിട്ട് സംഭവിച്ചത്? ഓക്കെ, പറയാം. അത് തന്നെയാണ് ഈ സെൽഫ് ഇൻട്രോയുടെ ഉദ്ദേശവും. എന്തുകൊണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടിട്ടാണ് ഈ യൂട്യൂബ് ചാനൽ ചെയ്യാനായിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ ഈ ഇന്നർ പീസ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യനും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് കിട്ടുന്നത്. ഇപ്പോൾ ചിലവർക്ക് ചിലപ്പോൾ അവരുടേതായ ഹോബീസൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് സമാധാനം കിട്ടുമായിരിക്കും. ചിലവർക്ക് ചില ആൾക്കാരോട് ഓപ്പൺ അപ്പ് ആയി കഴിയുമ്പോഴേക്കും അവർക്ക് സമാധാനം കിട്ടുമായിരിക്കും. എൻ്റെ ഒരു ഹാപ്പി പ്ലേസ് ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ അമ്മമ്മയുടെ വീട്, അതായത് എൻ്റെ അമ്മയുടെ വീട്. എനിക്കത് ഭയങ്കര ഒരു സ്പെഷ്യൽ സ്ഥലമായിരുന്നു. സോ നമ്മുടെ ഈ കൊറോണ വന്നപ്പോൾ അമ്മമ്മയ്ക്ക് കൊറോണ വന്നു. ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി വളരെ അപ്രതീക്ഷിതമായിട്ട് തന്നെ ഞങ്ങളെ വിട്ടു പോയി. അപ്പോൾ ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ ഫുള്ള് വിചാരിച്ചത് ഈ അമ്മമ്മ മരിച്ചത് ആകെ ബാധിക്കുന്നത് അവരുടെ മക്കളെ മാത്രമായിരിക്കും എന്നാണ് മിക്കവരും നോക്കി നിന്ന ആൾക്കാരൊക്കെ വിചാരിച്ചത്. പക്ഷെ ശരിക്കും അത് ബാധിച്ചത് എന്നെ തന്നെയായിരുന്നു. കാരണം ഞാൻ എൻ്റെ കുട്ടിക്കാലം തൊട്ടിട്ട് എൻ്റെ ഒരു ഹാപ്പി പ്ലേസ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അമ്മാമ്മയുടെ വീടായിരുന്നു, അല്ലെങ്കിൽ അമ്മാമ്മയായിരുന്നു എൻ്റെ ഒരു ഹാപ്പി പ്ലേ എന്നൊക്കെ പറയുന്നത്. സോ അതെന്നെ വിട്ടു പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എൻ്റെ ആ ഒരു സമാധാനം പോകുമല്ലോ. ആൻഡ് അപ്പം നിങ്ങൾ വിചാരിക്കും, എന്താ ചെയ്യാൻ പോകുന്നത്? അമ്മമ്മ പോയിന്ന് പറഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്? സോ മറ്റൊന്നുമില്ല, എവിടെ നിന്നാണ് ഞാൻ ആ സമാധാനം കണ്ടെത്തിയത്, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ആ സമാധാനം കണ്ടെത്തിയത്? കാരണം അമ്മമ്മ ചെയ്തു തന്നിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എൻ്റെ ഇഷ്ടത്തിന് എന്നെ വിട്ടു. ലൈക്ക് എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിരുന്നു. ബട്ട് അമ്മമ്മ പോയതിന് ശേഷം എനിക്കത് പറ്റിയിട്ടില്ല. ഓരോരോ കാര്യങ്ങളായിട്ട് അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. മേ ബി എൻ്റെ ലൈഫിൽ നടക്കുന്ന ഓരോ സിറ്റുവേഷൻസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ വളരെയധികം വലിയൊരു പങ്ക് അമ്മമ്മ വഹിച്ചിട്ടുണ്ടായിരുന്നു. സോ ഈ മരണത്തിനും ജനനത്തിനൊക്കെ ഇത്ര അധികം പ്രയോറിറ്റി ഒരാളുടെ ലൈഫിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ്. അപ്പോൾ ആസ് എ ഈ 21 year old
ആള് എന്നുള്ള രീതിക്ക് എനിക്ക് പറയാനാണെങ്കിൽ എൻ്റെ ലൈഫ് അത്ര സ്മൂത്ത് ആയിട്ടുള്ള കാര്യമൊന്നുമല്ലായിരുന്നു. ഇറ്റ്സ് ലൈക്ക് എ സീ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം നമുക്കിങ്ങനെ കടലൊക്കെ ദൂരെ ഒന്ന് നോക്കി കാണാനും നല്ല രസമാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ കടൽ ഇങ്ങനെ ഓക്കെ ലെറ്റ്സ് ഡൂ സം ആക്ടിവിറ്റീസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കിങ്ങനെ പോകാനൊക്കെ നമുക്ക് അടിപൊളിയാണ് കടലിലൊക്കെ. പക്ഷെ ആ കടലിൻ്റെ ആഴങ്ങളിലോട്ട് പോയി കഴിയുമ്പോഴാണ് നമുക്കത് എത്രമാത്രം ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് ഡേഞ്ചറാണ്, നമ്മളെങ്ങനെ ഓരോ കാര്യം സർവൈവ് ചെയ്യും എന്നൊക്കെ മനസ്സിലാക്കുന്നത്. സോ ഞാനും അങ്ങനെ തന്നെയാണ്. ആക്ച്വലി ഞാൻ എൻ്റെ ലൈഫിനെ ഒരു സീ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ കാണുന്നത്. സോ ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു ചലഞ്ച് വന്നു കഴിഞ്ഞാൽ തന്നെ ഓക്കെ ഐ ഹാവ് ടു ബി മൂവ് ഓൺ ഫ്രം ദാറ്റ് എന്ന് ആ ഒരു ഇത് പെട്ടെന്ന് എടുക്കുന്ന ഒരാളാണ് ഇപ്പോഴേക്കും. പണ്ടായിരുന്നെങ്കിൽ എനിക്ക് അത് അമ്മാമ്മയുടെ അടുത്ത് പോയി പറയുന്നു, അമ്മാമ്മ അതിനൊരു ക്വിക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ തരുമായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെയല്ല. അപ്പം അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് ആക്ച്വലി നമ്മുടെ ബർത്ത്ഡേ റിവീൽ കൊടുക്കണ്ടേ. ഇപ്പം തന്നെ മനസ്സിലായിട്ടുണ്ടാവും, റിവീൽ ചെയ്യുന്നത് എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റാണ്. വേറെ ഒന്നുമല്ല, ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആ ഒരു ഇന്നർ പീസ് ഞാൻ ഈ 21st ബർത്ത്ഡേയിൽ തിരിച്ചു കൊടുക്കുകയാണ്. ഇനി മുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് കാണുന്ന ചിലർ വിചാരിക്കും നീ ആക്ച്വലി തോന്നിയാസം കാണിക്കാനാണ് പോകുന്നത്. നോ, ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. തോന്നിയാസല്ല ഗൈസ്, ഇത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ അതിന് പല ആൾക്കാരും പല അർത്ഥമായിരിക്കും. ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ തന്നെ ഞാനിപ്പോൾ വ്ളോഗിങ് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഇഷ്ടപ്രകാരം ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഇഫ് യു ഗെറ്റ് എ ജോബ് യു ക്യാൻ ഡു ദാറ്റ്, അല്ലെങ്കിൽ ആഫ്റ്റർ യുവർ മാരേജ് ഒബ്വിയസ്ലി യു ക്യാൻ ഡു ദാറ്റ്. എൻ്റെ പേരൻസ് പറഞ്ഞു, എൻ്റെ റിലേറ്റീവ്സ് പറഞ്ഞു. ആക്ച്വലി ഗൈസ് എന്താ പറയുക, നമ്മുടെ ഈ ഒരു ടൈം എന്ന് പറയുന്ന സാധനം നമുക്ക് പിന്നീട് തിരിച്ചെടുക്കാനൊന്നും പറ്റില്ല. അത് ആക്ച്വലി ഒറ്റ ടൈമേ ഉണ്ടാകത്തുള്ളൂ. സോ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ എന്താണോ തോന്നുന്നത് നമ്മൾ ചെയ്തിരിക്കണം. ഈ യൂട്യൂബ് ബ്ലോഗിങ്ങിൻ്റെ കാര്യം തന്നെയാണ് ഞാൻ മെയിൻലി പറയുന്നത്. ഇത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഈ സെൽഫ് ലവ്, അഫർമേഷൻ, മെഡിറ്റേഷൻ, അതുപോലെ തന്നെ ഹീലിംഗ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ ഓൾമോസ്റ്റ് ഒരു 3 വയസ്സ് തൊട്ട് ഇതിൻ്റെ പുറകെയുണ്ട്. പക്ഷെ അന്നൊന്നും നമുക്കിതിൻ്റെ കൂടുതൽ ഡെപ്തിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ സ്റ്റഡീഡ് ഇൻ 6th standard കുറച്ചുകൂടി ഡീപ്പായിട്ട് ഞാൻ ഇതിനെ അറിയാൻ തുടങ്ങി. അതിനുശേഷം, കാരണം ഞാനിതൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുമ്പോൾ നിങ്ങളിത് അറിയണമല്ലോ ഞാൻ എന്തറിഞ്ഞിട്ടാണ് ഇതൊക്കെ പറയുന്നതെന്ന്. സോ അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാൻ പറയുന്നത്. സോ അത് കഴിഞ്ഞ് ഞാൻ 10th ആ ഒരു വെക്കേഷൻ, അതായത് കൊറോണ ടൈമിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ 10th എക്സാമിൻ്റെ കുറച്ച് പ്രഷറിൽ നിന്നപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇതുമായിട്ട് അറ്റാച്ച്ഡ് ആയി തുടങ്ങി. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ആയിരിക്കും, ഈ അറ്റാച്ച്ഡ് ആയത് എങ്ങനെ, എന്താണ് സംഭവം, വാട്ട് ഇസ് ദിസ്, ഇതായിരിക്കും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ അതിനൊരു ഉത്തരം ഞാൻ പറഞ്ഞാൽ, എൻ്റെ ഒരു ഫാമിലി കസിനുണ്ട്, കൃഷ്ണമണി എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. എൻ്റെ ഒരു റിലേറ്റീവാണ്, എൻ്റെ കുറച്ച് ഡിസ്റ്റൻറ്റ് കസിനാണ്. സോ ഞാൻ മാം എന്നാണ് വിളിക്കുന്നത്, കാരണം പുള്ളി ഒരു IELTS ട്രെയിനറാണ്. അതുപോലെ തന്നെ ഹീലിങ്ങും കാര്യങ്ങളുടെയൊക്കെ ട്രെയിനർ കൂടിയിട്ടാണ്. സോ പുള്ളിക്കാരിയാണ് എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. ഞാനിത് ഒരു കോച്ചിങ് കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു കാര്യം അറിയാതെ ഒന്നുമല്ല ഒരു കാര്യം വന്ന് പറയുന്നതാണ്. ആദ്യമേ ഞാനൊരു കാര്യം ഈ യൂട്യൂബ് അല്ലെങ്കിൽ നമ്മുടെ ഈ പബ്ലിക് പ്ലാറ്റ്ഫോമിലോട്ട് നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മൾ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടെ ഷെയർ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓക്കെ സംവൺ ഈസ് ടെല്ലിങ് സംതിങ് എന്ന് വിചാരിക്കുന്നത്. സോ അങ്ങനെയല്ല, ഞാൻ ആക്ച്വലി ഇതിനെ പറ്റിയിട്ട് അറിഞ്ഞ് ഇപ്പോൾ ഒരു ഓൾമോസ്റ്റ് ഒരു 2 to 3 years ആയിട്ട് കംപ്ലീറ്റ്ലി ഇതിൻ്റെ പുറകെ തന്നെ ഉണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫീൽഡായിട്ടും തോന്നിയിട്ടുണ്ട്. അടിപൊളിയാണ് സത്യം പറഞ്ഞു ഈ ഹീലിങ്ങിൻ്റെ പരിപാടി, അല്ലെങ്കിൽ ഈ സ്പിരിച്വൽ പരമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ. സ്പിരിച്വൽ ഞാൻ ഉദ്ദേശിക്കുന്ന മനസ്സിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ കാര്യം. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. സോ എനിക്കും അങ്ങനെ തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൂടുതലായിട്ട് ഇൻവോൾവ് ആവാനായിട്ടുള്ളൊരു കാരണം. ഓക്കെ, അപ്പോൾ മാമാണ് എനിക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. അതായത് എൻ്റെ ലൈഫിനെ ഞാൻ എങ്ങനെ സർവൈവ് ചെയ്യണം എന്നുള്ളത്, അമ്മാമ്മയുടെ മരിപ്പൊന്നും, അതിനുശേഷം ഓരോ കാര്യങ്ങൾ വരുമ്പോഴും ഷീ ഈസ് ദ വൺ ഹൂ മേക്ക് മീ കംഫർട്ടബിൾ. സോ
ആ ഒരു ഇതിലാണ് ഞാനിപ്പോൾ ഈ വ്ളോഗ് തുടങ്ങാനായിട്ട് തീരുമാനിച്ചതും. ആൻഡ് എൻ്റെ ഫസ്റ്റ് ഗുരുദക്ഷിണ തന്നെ കൊടുത്തത് മാമിനാണ്. കാരണം മാം ഇല്ലാതെ എനിക്ക് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു കാര്യം നടന്നിട്ടില്ല. ലൈക്ക് ഷീ ഈസ് ദ വൺ ഹൂ മേക്സ് മീ ലൈക്ക് ഐ എം എ ഹ്യൂമൻ, അല്ലാതെ ഒരു റോബോട്ടല്ല നീ എന്ന് തന്നെ റിയലൈസ് ചെയ്യിപ്പിച്ച ഒരാൾ മണി മാമാണ്. സോ ഞാൻ കോച്ചിങ് ചെയ്തായിരുന്നു നീറ്റിൻ്റെ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ കുറച്ച് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു സമ്മർ ക്യാമ്പ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ കുറച്ച് IELTS കോച്ചിങ് എടുത്തായിരുന്നു. അതിനൊക്കെ ശേഷമാണ് ഈ പറയുന്ന കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇൻവോൾവ് ആവുന്നത് അധികമായിട്ട്. അപ്പോൾ തുടങ്ങിയിട്ട് എനിക്കിങ്ങനെ ഞാൻ അറിയുന്ന കാര്യങ്ങൾ എനിക്ക് ആരോടെങ്കിലും ഷെയർ ചെയ്യണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സോ ആ സമയം തൊട്ട് തുടങ്ങുന്നതാണ് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങാമെന്നൊക്കെ. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കുറേ സാഹചര്യങ്ങളുടെ കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മൾ പഠിക്കാനൊക്കെ, ഞാൻ ഒരു എൻജിനീയറിങ് സ്റ്റുഡൻ്റാണ്. സോ അപ്പോൾ എനിക്കതിൻ്റെ ഇപ്പോഴും ഞാൻ 3rd ഇയറിൽ എത്തിയിട്ടുള്ളൂ. എനിക്ക് 1 ഇയർ കൂടി ഉണ്ട് ഇത് കംപ്ലീറ്റ് ആവാനായിട്ട്. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളത് കാരണം നമ്മളിതിങ്ങനെ പിന്നെ ചെയ്യണം. പക്ഷേ ഈ പിന്നെ ചെയ്യാമെന്ന് പറയുന്ന കാര്യം അത് നമ്മളധികം പിന്നീടത്തൊക്കെ വെക്കാൻ പാടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതെപ്പോഴാണ് നമുക്ക് ചെയ്യാൻ തോന്നിയത് അപ്പം തന്നെ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ആപ്റ്റായിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മളിതിങ്ങനെ വലിച്ച് നീട്ടിക്കൊടുക്കും. ഞാനിപ്പോൾ കൊണ്ടത് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1.5 ഇയർ ആയിട്ട് ഞാൻ ഈ യൂട്യൂബ് ചാനലിൻ്റെ പുറകെ ഉണ്ടെങ്കിലും ഇപ്പോഴാണ് ഇതൊന്ന് റെഡിയാക്കുന്നത്. സോ അപ്പോൾ എൻ്റെ ബർത്ത്ഡേ റിവ്യൂ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബർത്ത്ഡേ ഗിഫ്റ്റിൻ്റെ റിവ്യൂ എന്ന് പറയുന്നത്, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ, എനിക്ക് സമാധാനം കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ തുടങ്ങി. ദിസ് ഈസ് എ പാർട്ട് ഓഫ് സെൽഫ് ലവ്. ഓക്കെ, ആൻഡ് സെൽഫ് ലവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണ് വിചാരിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. മോസ്റ്റ്ലി എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇത് കോമൺ പീപ്പിളിന് മനസ്സിലാവുന്ന രീതിക്ക് ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ അച്ഛനും അമ്മയും സാധാരണ 2 ആൾക്കാരാണ്. അപ്പോൾ അവർക്കിത് മനസ്സിലാക്കിച്ച് കൊടുക്കാനായിട്ട് എനിക്ക് നല്ല രീതിക്ക് ടൈം എടുക്കേണ്ടി വന്നു. കാരണം ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ. അവരുടെ എഡ്യൂക്കേഷനും എൻ്റെ എഡ്യൂക്കേഷനും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് കൺവേ ചെയ്ത് കൊടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിനുശേഷവും കുറേ കാരണം അവരൊരു വേറൊരു കാറ്റഗറിയിലാണ് നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ വേറൊരു കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. സോ എനിക്കിത് കൺവേ ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ടൈമിൽ. സോ അപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ഇത് എൻ്റെ പേരൻസിന് മാത്രമുള്ള പ്രശ്നമല്ല, മിക്കവർക്കും ഇതിങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് അവരിലേക്ക് എത്തിക്കാനായിട്ട് മാക്സിമം കോമൺ ലാംഗ്വേജിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ മാത്രമേ ഇതെല്ലാവരിലേക്ക് എത്തുള്ളൂ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ എൻ്റെ ജേർണിയിൽ ഞാൻ ചെയ്തിട്ടുള്ള എൻ്റെ സോളിനോട്, അല്ലെങ്കിൽ എന്നോട് തന്നെ ചെയ്തിട്ടുള്ള സെൽഫ് ലവിൻ്റെ ഒരു എക്സാമ്പിൾ കൂടിയാണ് ഈ പറയുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ഗിഫ്റ്റ് ചെയ്തൊരു കാര്യമാണ് ഈ ഇന്നർ പീസ്. സോ സെൽഫ് ലവിനെ പറ്റിയിട്ട് ഞാനൊരു വേറൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വ്ളോഗിൽ ഞാനിപ്പോൾ അതിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പറയുന്നില്ല. അതിനെ പറ്റിയിട്ട് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. സോ അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് എനിക്ക് കൊടുത്ത, ആൻഡ് ഓൾസോ ഇതെൻ്റെ ഇൻട്രോ വീഡിയോ കൂടിയിട്ടാണ്. സോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതായത് ഐ വോണ്ട് ടു ബി ലൈക്ക് ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയാനായിട്ട് എനിക്കറിയില്ല, പക്ഷേ എന്നാലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ എനിക്ക് കുറേ കാര്യങ്ങൾ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നെ ഒന്നുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പ്ലസ് അത് മാത്രമല്ല, എനിക്ക് എസ്പെഷ്യലി ഞാൻ ഒരു ടാർഗറ്റഡ് ഓഡിയൻസ് എന്നൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എനിക്കിത് എത്തിക്കേണ്ടത് പേരൻസിലേക്കും, അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ച് കുട്ടികളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ എന്നെക്കാളും യങ്ങറായിട്ടുള്ള കുറച്ച് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ ഞാനിങ്ങനെ കേൾക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ ഓക്കെ ശരിയാണ്, പക്ഷെ ചിലത് കേൾക്കുമ്പോൾ ഇങ്ങനെ അത്ര ശരിയല്ല. ചെറിയ കാര്യത്തിന് വരെ കുട്ടികളൊക്കെ ഭയങ്കര കുറച്ച് ഭീകരാവസ്ഥയൊക്കെ സൃഷ്ടിക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ കണ്ടു. റീസെൻ്റ്ലി എൻ്റെ ഫാമിലിയിലും അങ്ങനെ ഒരു കാര്യം ഉണ്ടായി. സോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷമാണ് എനിക്കിത് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റും അത്രയും പെട്ടെന്ന് ചെയ്യണമെന്ന് ഞാൻ ഒരു തീരുമാനം എടുത്തത്. സോ
അപ്പോൾ ഈ പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും എന്താണോ ലൈക്ക് നിങ്ങൾക്കറിയാൻ താല്പര്യം പേരൻറ്റിങ്ങിനെ പറ്റിയിട്ടാണെങ്കിൽ കുട്ടികളും അല്ലെങ്കിൽ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട എന്തെങ്കിലും കാര്യമാണെങ്കിൽ പേരൻസും ഒക്കെ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഓക്കെ, അപ്പോൾ ഞാനത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഇതാണ് എൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്. സോ ഞാൻ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഞാൻ മറക്കരുത് കമൻറ്റ് ചെയ്യാം. സോ അപ്പോൾ ബൈ ബൈ, സീ യു.